ചിലർ പറഞ്ഞത് അങ്ങനെയല്ല. ചിലർ പറഞ്ഞത് ആതകുല്ല ഷൈഇൻ, ഓരോ വസ്തുവിനും നൽകി, ഖൽഖഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സലാഹഹു, സലാഹഹു. ഇവിടെ നദീറ ഖൽഖിഹി എന്നുള്ളത് ഖൽഖിഹി, ഇവിടെ സലാഹഹു. സുമ്മ ഹദാ ഇലാ മാ യുസ്ലിഹുഹു, ഓരോ വസ്തുവിനും അതിൻ്റെ ഖൽഖ് നൽകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സലാഹിനെ നൽകി. സലാഹിനെ നൽകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിവിടെ ജീവിക്കാൻ വസിക്കാൻ യോഗ്യമായത് എന്താണ് അത് നൽകി. എന്നിട്ട് സുമ്മ ഹദ, അതിന് വഴി കാണിച്ചു, മാ യുസ്ലിഹുഹു, അതിനെ ശരിയാക്കുന്ന നന്നാക്കുന്ന കാര്യങ്ങളിലേക്ക്. ഓരോ വസ്തുവിനും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അതേപോലെ പ്രകൃതം, രൂപം, അതേപോലെ തന്നെ പോഷണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതിന് നൽകി. പിന്നെ അതെങ്ങനെ നേടണം, പ്രാപിക്കണം, അതിന് വേണ്ട മാർഗവും കാണിച്ചു എന്നുള്ളതാണ്. വേറൊരു വിഭാഗം പറഞ്ഞത് ഓരോ വസ്തുവിനും അതിനുള്ള വേണ്ട ഹൈഅത്ത് നൽകി, ശക്കലും നൽകി. എൻ്റെ ഈ പറഞ്ഞത് ഹൈയും ശക്കലും നൽകിയാണ്. ഇപ്പം ആതകുല്ല ഷൈഇൻ, ഓരോ വസ്തുവിനും നൽകി ഹൈഅത്തോ, അതിൻ്റെ രൂപം, അതിൻ്റെ ശക്കൽ, ആകൃതി നൽകി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആരാകൃതി നൽകിയത്? മനുഷ്യന് മൃഗത്തിൻ്റെ ആകൃതി നൽകിയത്. പിന്നെ മനുഷ്യന് മനുഷ്യൻ്റെ ആകൃതിയാണ് നൽകിയത്. മൃഗങ്ങളിൽ നാൽക്കാലികളുണ്ട്, നാൽക്കാലികൾക്ക് നാൽക്കാലികളുടെ ആകൃതിയാണ് നൽകിയത്. ഉരകങ്ങളുണ്ട്, ഉരകങ്ങൾക്ക് അതിൻ്റെ ആകൃതിയാണ് നൽകിയത്. അതാണ് ഓരോ വസ്തുവിനും അതിൻ്റെ രൂപം നൽകി, അതിൻ്റെ ആകൃതി നൽകി. സുമ്മഹാദ, എന്നിട്ട് എന്ത് ചെയ്തു? അതിന് മാർഗം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മാർഗം കാണിച്ചപ്പോൾ എങ്ങനെ മാർഗം കാണിച്ചു? അതിന് ഇപ്പം മനുഷ്യർക്ക് വരെ മാതൃകയാകും വിധം മാർഗം കാണിക്കപ്പെട്ട മൃഗങ്ങളുണ്ട് അല്ലേ? ഉദാഹരണത്തിന് ആടോ, ആടുകൾ നടന്നു പോകും. എങ്ങനെ നടന്നു പോകും? കൂട്ടം തെറ്റാതെ ഒന്നിച്ച് നടന്നു പോകും എന്നുള്ളത്. മനുഷ്യനെ ഐക്യപ്പെട്ട് പോകണം എന്നുള്ള അല്ലേ? നമ്മൾ 4 ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതേപോലെ നിങ്ങൾ പറഞ്ഞ കാക്ക എന്താ വിഷയം? കാക്കേനെയാണ് അയച്ചത്. ആരെക്കുറിച്ച് ഇതാക്കാൻ? فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه. ആരെ വിഷയത്തിലാണ് പറഞ്ഞത്? കാബീൽ ഹാബീലിനെ കൊന്ന വിഷയത്തിൽ. പിന്നെ മയ്യത്തായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോഴാണ് അള്ളാഹു കാക്കയെ പറഞ്ഞയക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് ഇവൻ യാ വൈലത്ത അജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറ, ഈ ഒരു കാക്കയുടെ നിലവാരത്തിൽ ആകാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് തൻ്റെ കഴിവുകേട് ആവരാതിപ്പെടുന്നത്. അതേപോലെ ഹുദ് എന്താ ഹുദ്? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം നൽകപ്പെട്ട സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ് എല്ലാം നൽകപ്പെട്ടത്. വഊതീന മിൻ കുല്ലി ശൈ വഹുശറ ലി സുലൈമാൻ ജുനൂദഹു മിന ത്വയ്രി വൽ ജിന്നി എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ നൽകപ്പെട്ട സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. ഹുദ്ഹുദിനെ തരികയാണ്. മാലി ലാറ ഹുദ്ഹുദ്. അപ്പോഴാണ് ഹുദ്ഹുദ് വരുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? അഹത്തു ബിമാലം തുഹിത് ബി, താങ്കൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ അറിഞ്ഞിരിക്കുന്നു. വജിതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, സബ ഗോത്രത്തിൽ നിന്ന് ഒരു ദൃഢമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയണം. ആരാ പറയണത്? ഹുദ്ഹുദ്. അങ്ങനെ ഉള്ള കുറേ വിഷയങ്ങൾ. അപ്പോൾ ഏറ്റവും തഫ്സീറുകളിൽ വായിക്കുമ്പോൾ ഏറ്റവും വിഡ്ഢിയായ മൃഗത്തെ വിഡ്ഢിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന മൃഗാര? കഴുതയാണ്. അക്രമക്കുമുള്ള കഴുത. അതിൽ ഈ കഴുതനെ കുറിച്ച് പറയാണ്, ഒരു തോട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴുതനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വെള്ളം മുറിച്ചെടുക്കാനുള്ള കഴുത അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നതാണ്. എന്തിനാണ് നിൽക്കുന്നത്? കഴുത അത് അളക്കാണ്. ചാടി കിടക്കാൻ പറ്റുമെങ്കിൽ കഴുത ചാടുള്ളൂ. ഇല്ല എങ്കിൽ അടിച്ചു കൊന്നാലും കഴുത ചാടൂല, ചാടില്ല. മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്മാർ കൊണ്ടുവരല്ലേ ചാണകത്ത് ചാടിയ കഥ. കാലുത്തേൽ നിൽക്കും ചെയ്ത് പിന്നെ വഴുതിയിട്ട് ചന്തിയെത്തി ഇരിക്കും ചെയ്ത് വരല്ലേ? അങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ കഴുത അങ്ങനെയല്ല. കഴുത ഒരു അരുവിൻ്റെ തോടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ചാടി കിടക്കാൻ പറ്റുമെന്നുള്ളത് അളക്കും. ചാടി കിടക്കുന്നുണ്ടെങ്കിൽ കഴുത ചാടുകയുള്ളൂ. അതില്ലെങ്കിൽ എത്ര വലിച്ചാലും കഴുത ചാടൂല.
അതൊക്കെ ഇതിനെക്കുറിച്ച് ഈ മൃഗങ്ങളുടെ വിഷയം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ പറ്റിയ അലാക്കുല്ലി ഓരോന്നിനും അതിൻ്റെ ഹൈഅത്ത് നൽകി, അതിൻ്റെ ഷക്കിൽ നൽകി. അതാണ് അതിലിപ്പോൾ തേനീച്ചൻ്റെ ഷക്കിൽ നോക്കി, പക്ഷേ തേനീച്ചൻ്റെ നിർമ്മാണം നോക്കി, തേനീച്ചൻ്റെ സഞ്ചാരം നോക്കി, നമ്മൽ ഉറുമ്പ് അതിൻ്റെ ഷക്കിലും അതിൻ്റെ ഹൈഅത്തും നോക്കി, പക്ഷേ ഉറുമ്പിൻ്റെ പ്രവൃത്തികൾ, ഉറുമ്പിൻ്റെ പിന്നെ അധ്വാനങ്ങൾ, വിഷയങ്ങൾ, കാര്യങ്ങൾ ഓക്കെ. ബീവർ മത്സ്യങ്ങളിൽ അല്ലെ, ബീവർ ജീവികളിൽ പിന്നെ അതിൻ്റെ താമസ സൗകര്യം ഉണ്ടാക്കുന്ന വിഷയത്തിലൊക്കെയുള്ള കാര്യങ്ങൾ, അതേപോലെ ഓരോ മൃഗങ്ങളും ആ തക്കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ എന്നുള്ളതാണ്.